മുന്നണിയുടെ രൂപീകരണ സമയത്ത് തന്നെ CPM പാർട്ടി അതിൽ മനസ്സോടെ ചേരാത്തത് കേരളത്തിലെ സമ്മർദ്ദമാണ്. അത് കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിണറായി വിജയനെതിരെയുള്ള കേസുകളാണ്. എന്ന് മാത്രമല്ല CPM പാർട്ടി എന്നും ചതിയെ കാണിച്ചിട്ടുള്ളൂ. 89-ൽ രാജീവ് ഗാന്ധിക്ക് അധികാരം നഷ്ടപ്പെട്ട് അദ്ദേഹത്തിന് സെക്യൂരിറ്റി നഷ്ടപ്പെട്ട് അദ്ദേഹത്തെ വധിക്കാൻ പോലും കാരണം ഈ CPM-ന്റെ ചതിയാണ്. VP സിംഗുമായി ചേർന്ന് അവർ സർക്കാർ ഉണ്ടാക്കി. VP സിംഗിന്റെ ഗവൺമെന്റ് പോയി, VP വന്നു, അവര് രാജീവ് ഗാന്ധിയുടെ സെക്യൂരിറ്റി എടുത്തു കളഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം തമിഴ്നാട്ടിൽ വധിക്കപ്പെടുന്നത്. പോകില്ലായിരുന്നു രാജീവ് ഗാന്ധി ഇന്ത്യയിൽ ഒരു ശരിയായ നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ അന്ന് അവിശ്വാസ പ്രമേയത്തിന് കൂട്ടുനിൽക്കാതെ ആ VP സിംഗിന്റെ ഗവൺമെന്റിനെ നിലനിർത്താൻ വേണ്ടി അദ്ദേഹം പാർലമെന്റിനോട് പറഞ്ഞു, ഞാൻ ചെയ്തത് ശരിയാണ്, മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയാണ് ഞാൻ രഥയാത്ര തടഞ്ഞത്, നിങ്ങളുടെ നിലപാട് പറയൂ എന്ന് പറഞ്ഞപ്പോൾ VP സിംഗിന്റെ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ കൂട്ടുനിന്ന രാജീവ് ഗാന്ധിയുടെ കാര്യത്തിന് ഞങ്ങൾക്ക് എന്ത് ഉത്തരവാദിത്തമാണ്? അതാണ് ഇവര് ചരിത്രത്തെ വളച്ചൊടിക്കാതെ പോയത്. 1984-ൽ ഇന്ത്യൻ പാർലമെന്റിൽ 2 അംഗങ്ങളെ BJPക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇവരുടെ EMS-ഉം ഹർകിഷൻ സിംഗ് സുർജിത്തും LK അദ്വാനിയും AB വാജ്പേയി അത്താഴ വിരുന്ന് ഉണ്ടുണ്ടാണ് അവിടെയാണ് തീരുമാനിച്ചത് VP സിംഗിനെ സർക്കാർ കൊണ്ടുവന്നത്. രാജീവ് ഗാന്ധി അട്ടിമറിച്ച് ചരിത്രം. അപ്പൊ 84-ൽ 2 അംഗങ്ങൾ ഉണ്ടായിരുന്ന BJPയെ 89-ൽ 85 പേരുള്ള പാർട്ടിയാക്കി മാറ്റിയത് എവരാണത്. എന്നിട്ടോ 1ാം UPA സർക്കാരിന് ഒരു പിന്തുണ പിൻവലിച്ചു. എന്താ കാരണം പറഞ്ഞത്? ആണവ കരാർ. ഇപ്പൊ ആണവ കരാർ വന്നാൽ കേരളത്തിലെ മത്തി അങ്ങ് അമേരിക്ക പോവും, തെങ്ങ് അവിടെ പോവും, കവുങ്ങ് ഇവിടെ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. അന്ന് വരെ പിന്തുണ പിൻവലിച്ചു. എന്നിട്ട് മാത്രമല്ല, മൻമോഹൻ സിംഗ് സർക്കാരിനെതിരായി BJPക്ക് ഒപ്പം ചേർന്ന് ഇന്ത്യൻ പാർലമെന്റിൽ അവിശ്വാസ പ്രമേയത്തിന് വോട്ട് ചെയ്ത പാർട്ടിയാണ് CPM പാർട്ടി എന്ന് പറയുന്നത്. ഈ ഇന്ത്യ മുന്നണി രൂപീകരണം ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളെ യോജിപ്പിച്ചു, CPM-നെ യോജിപ്പിച്ചു. കേരളം ഒഴികെ ബംഗാളിൽ മുഹമ്മദ് സലീം CPM സെക്രട്ടറി രാഹുൽ ഗാന്ധി ചിത്രം വെച്ച് പോസ്റ്റർ അടിച്ച് വോട്ട് തേടുന്നു. തമിഴ്നാട്ടിൽ, ത്രിപുരയിൽ, ഇന്ത്യയിൽ എവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോ? രാജസ്ഥാനിൽ കഴിഞ്ഞ തവണ ഞങ്ങൾ ജയിച്ച സീറ്റ് പോലും ഞങ്ങൾ CPM-ന് കൊടുത്തു. ഇവിടെ അവരുടെ അഴിമതി, ഈ കള്ളക്കളി, ഈ നീചമായ പ്രവർത്തനം, അതാണ് രാഹുൽ ഗാന്ധിയെ വേട്ടയാടുന്നത്. ഈ പിണറായി വിജയൻ തന്റെ ഇടമുണ്ടെങ്കിൽ ഞങ്ങളുടെ നേതാക്കന്മാരിൽ അടി മുതൽ മുടി വരെയുള്ളവർ വിളിച്ച് പിണറായിയോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കൊക്കെ രാഹുൽ ഗാന്ധി ചീത്ത വിളിക്കുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ മോഡിക്കെതിരെ ഒരു വാക്കുച്ചരിക്കുന്നില്ല? മോഡിയുടെ പേര് പറയാൻ സനത്കുമാറിനല്ല, പിണറായി വിജയൻ തന്റെ ഇടമുണ്ടോ? അതാണ് ഇന്ന് പ്രിയങ്ക ഗാന്ധി പത്തനംതിട്ടയിൽ വന്ന് ചോദിച്ചതും അത് തന്നെയാണ്. ഈ കള്ളക്കളി ഇത് അവസാനിപ്പിക്കണം. ഈ മധു ഒരുപാട് ആവേശം കൊള്ളണ്ട. ഞാൻ പറയുന്നത് മധു ഒന്ന് ശാന്തമായിട്ട്, എന്റെ സുഹൃത്താണല്ലോ, കേൾക്ക. മധു ഇവിടെ BJPയെ കൊണ്ടുവന്നതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഞങ്ങളുടെ തലയിലേക്ക് വെച്ച് കെട്ടിയാൽ ഏക്കില്ല. കാരണം ഞാൻ നിങ്ങൾ സംസാരിച്ചില്ല, ശാന്തനായിരിക്കും. ഞാൻ പറയുന്നതിന് മറുപടി പറയും. അതായത് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ മുന്നണി രൂപീകരിക്കാൻ വേണ്ടി ഇവർ ഒരുപാട് പശ്ചാത്തലം ഒരുക്കിയെന്ന് പറഞ്ഞല്ലോ. അതിന്റെ തുടക്കമെന്ന് പറയുന്നത് ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പായിരുന്നു. ഈ 4 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ ഭോപ്പാലിൽ ഒരു വലിയ റാലി നടത്തുന്നതിനെ സംബന്ധിച്ച് ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളെല്ലാം കൂടെ തീരുമാനിച്ചു. അപ്പോൾ എന്തായി? അതുകൊണ്ടാണ് കമൽനാഥ് പറഞ്ഞത്. ഞാൻ പറയട്ടെ, കമൽനാഥ് പറഞ്ഞത് ഞങ്ങൾ മാത്രമല്ലല്ലോ, അവിടെ BSP. നിങ്ങൾ നോക്കൂ, വസ്തുതാപരമായി പറയൂ. ഈ ഇന്ത്യ മുന്നണിയിലെ കോർഡിനേഷൻ കമ്മിറ്റിയിലേക്ക് CPM വേണ്ട എന്ന് തീരുമാനിച്ചത് കമൽനാഥിന്റെ തീരുമാനം കൊണ്ടല്ല. അതിനു മുമ്പേ നിങ്ങൾ തീരുമാനിച്ചു നിങ്ങൾ കോർഡിനേഷൻ കമ്മിറ്റിയിലേക്കില്ല. ഞങ്ങൾ എടുത്ത തീരുമാനം ശരിയായിരുന്നു എന്നത് ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര നിർമ്മാണത്തിന്റെ പ്രശ്നത്തിൽ, ഭോപ്പാലിൽ സംയുക്ത റാലി നടത്തുന്ന പ്രശ്നത്തിൽ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഇന്ത്യ മുന്നണി യോജിച്ച് നീങ്ങേണ്ട നിർണായകമായ ഘട്ടത്തിൽ പ്രധാനപ്പെട്ട യോജിക്കാവുന്ന കക്ഷികൾക്ക് സീറ്റ് പോലും കൊടുക്കാതെ സ്വന്തം പാർട്ടിയിലെ കലഹം മൂലം കയ്യിലുണ്ടായിരുന്ന 2 കോൺഗ്രസ് കഴിഞ്ഞ തവണ മത്സരിച്ചതിൽ നിന്ന് ത്യജിച്ച് മറ്റുള്ള ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്ക് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് രാജസ്ഥാനിൽ ഞങ്ങൾക്ക് 6 ലക്ഷം വോട്ട് കിട്ടി, ഗോലോട്ടിനും ഈ പറയുന്ന സച്ചിൻ പൈലറ്റിനും സമ്മതിക്കേണ്ടി വന്നു. CPM-മായി മുന്നണി ഉണ്ടായിരുന്നെങ്കിൽ രാജസ്ഥാനിലെ ഗവൺമെന്റ് പോയില്ലായിരുന്നു. കഴിഞ്ഞ തവണ 98 സീറ്റുള്ളപ്പോൾ ഞങ്ങളുടെ 2 സീറ്റും കൂടെ ചേരുമ്പോഴാണ് കോൺഗ്രസിന് 100 സീറ്റിന്റെ അവിടെ അധികാരം കിട്ടുന്ന സാഹചര്യം ഉണ്ടായത്. വോട്ട് ചെയ്ത 2 CPM MLA-മാരിൽ ഒരാളെ പുറത്താക്കി BJP രാജ്യസഭയിലെ സീറ്റ് വേണ്ടെന്ന് വെച്ചിട്ടാണ് KC വേണുഗോപാൽ ആലപ്പുഴ വരുന്നത്. BJPക്ക് കൊടുക്കാൻ വേണ്ടി കരാർ വാങ്ങി BJP-യുമായിട്ട് അച്ചാരം നേടി ആലപ്പുഴയിലെ ആരിഫിനെതിരായി മത്സരിക്കുന്നതാണ്. BJP-യുമായിട്ട് അച്ചാരം വാങ്ങിച്ചതാണ്. BJP-യുമായിട്ട് അച്ചാരം
ഞങ്ങൾ തെലങ്കാനയിൽ 2 സീറ്റ് പിടിക്കും, കർണാടകത്തിൽ 4 സീറ്റ് അല്ല അങ്ങനെ വന്നാൽ അല്ലല്ല ഒരു സംശയം അല്ല അപ്പോഴും ഒരു സംശയം അപ്പോഴും നിങ്ങൾക്ക് ശരി ശരി സമ്മതിച്ചു ആയിക്കോട്ടെ അല്ല അപ്പൊ ഒരു സംശയം ഒരു നിമിഷം അപ്പോഴും നാണം കെട്ട ആരോപണം അല്ല ശരി കോൺഗ്രസും സമ്മതിച്ചു സമ്മതിച്ചു ഒരു നിമിഷം എനിക്ക് ചോദ്യം അല്ല എനിക്ക് ചോദ്യം അല്ല ഒരു നിമിഷം കോൺഗ്രസും ബിജെപിയും തമ്മിൽ ഒത്തുകൂടിയത് ഇതിപ്പോ പകലാന്ന് പറയുന്നത് ഒരു നിമിഷം ഒറ്റ നിമിഷം ഒരു ചോദ്യം എനിക്ക് മധുവിനോട് ചോദ്യം ആ ഒറ്റ കാര്യം നോക്കൂ ഈ കെ.സി. വേണുഗോപാൽ രാജ്യസഭയിൽ നിന്ന് ഇവിടെ വന്ന് മത്സരിച്ചില്ലായിരുന്നെങ്കിൽ ഇനി ജയിച്ചു എന്ന് തന്നെ കരുതുക, ഇന്ത്യ മുന്നണിക്ക് മൊത്തം നേട്ടം, ഇത് മൊത്തം ലാഭമാർക്കാ ബി ജെ പിക്കല്ലേ. രാജ്യസഭയിലെ 1 സീറ്റ് ബി ജെ പിക്ക് കൂടും, തെലങ്കാനയിലെ 2 സീറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടും. ഈ ലോക്സഭ കിട്ടിയാൽ ഇന്ത്യ മുന്നണിയിൽ ഏതെങ്കിലും ഒരു കക്ഷിക്ക് കിട്ടും ശോഭ ജയിക്കാത്ത പക്ഷം എന്ന് പറഞ്ഞാൽ രാജ്യസഭയിൽ നിന്ന് കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുമ്പോൾ ആകത്തുകയിൽ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് ബി ജെ പി ആണ്. താങ്കൾ മനസ്സിലാക്കാൻ വേണ്ടി കാര്യം സാധനം ഇടപെടരുത്. രാജ്യസഭയിൽ ഞങ്ങൾ അംഗത്വമുണ്ടായിരുന്നു, ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ ഞങ്ങൾ തെലങ്കാനയിൽ ഭരണമുണ്ട്, ഞങ്ങൾ 2 എണ്ണം പിടിക്കും. കർണാടകയിൽ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയെ CPM ആണോ കോൺഗ്രസ് ആണോ എതിർക്കുന്നതെന്ന് ചോദിച്ചല്ലോ. ഞാൻ ചോദിക്കുന്നതിന് ശാന്തമായിട്ട് ഉത്തരം പറയൂ. അതായത് ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യം ശാന്തമായിട്ട് ഉത്തരം പറയൂ. ഈ രാജ്യത്ത് ഇന്ന് BJP പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുന്ന അവസ്ഥയിൽ എത്തിച്ചിട്ടുള്ളത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കേസാണ്. ഈ കേസിൽ ഞങ്ങൾ കോടതിയിൽ പോയില്ലായിരുന്നു രാജ്യത്തിന്റെ സ്ഥിതി. എന്തുകൊണ്ടാണ് പിണറായി വിജയനെ നരേന്ദ്രമോദി ശക്തനായി എതിർക്കുന്നത്? ഉത്തരം പറയുമ്പോൾ ക്ഷമയോട് മറുപടി പറഞ്ഞു മറുപടി കേൾക്കാം. ചിലപ്പോ ഉത്തരം പൊള്ളിക്കും, എന്നാലും കേൾക്കണം. ഞങ്ങളുടെ ലക്ഷ്യം ഇന്ത്യ പിടിക്കുക, ഇന്ത്യ ഭരിക്കുക. ഇന്ത്യൻ ലോക്സഭയിൽ ഭൂരിപക്ഷം ആർക്കെന്ന് നോക്കിയാണ് പ്രധാനമന്ത്രി സൃഷ്ടിക്കുക. അതറിയാത്ത പാർട്ടിയാണോ CPM പാർട്ടി? ഞങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഇന്ത്യയിലെ മുഴുവൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരും ആർക്കൊക്കെ ജയിക്കാൻ സാധ്യതയുണ്ടോ അവരെല്ലാം ഞങ്ങൾ ലോക്സഭയിൽ രാജ്യസഭയിലെ സീറ്റ് ത്യജിക്കണോ? ഞങ്ങൾ പ്രശ്നമല്ല. ഞങ്ങൾ 1 അല്ല 9 രാജ്യസഭ പോയാലും ലോക്സഭയിൽ 272 മത്സരിക്കുന്നതിന് തീരുമാനിക്കുന്നില്ല. എന്താണ് നിങ്ങൾ കപ്പൽ എന്താ സാധ്യത എന്താ